പാലത്തായി കേസിലെ വിധി ഹൈക്കോടതിയെ മരവിപ്പിച്ചത് സിപിഎമ്മിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയാണ്. പത്മരാജൻ മാസ്റ്ററെ വേട്ടയാടൻ SDP-ക്കും ജമാഅത്തെ ഇസ്ലാമിക്ക് ശേഷം സിപിഎമ്മും മുൻനിരയിലുണ്ടായിരുന്നു. സിപിഎം നേതാവായ മുൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിന് പിന്നിലെ ഗൂഢാലോചനയും അനാവരണം ചെയ്യപ്പെടുകയാണ്. വിവരം നൽകാൻ മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിപിഎം ഉണ്ടാക്കിയ ഒരു തിരക്കഥ, മത രാഷ്ട്രീയ ഭീകരശക്തികൾക്ക് എന്താണോ ആവശ്യം അത് അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു സിപിഎം ഭരണകൂടം ചെയ്തത്, ഇടത് ഭരണകൂടം ചെയ്തത്. പക്ഷേ അത് നീതിന്യായ പീഠം തിരിച്ചറിഞ്ഞു, ഹൈക്കോടതി തിരിച്ചറിഞ്ഞു തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നിലപാട് കഴിഞ്ഞ ദിവസങ്ങളടക്കം സ്വീകരിച്ചത്. ഇത് വരും ദിവസങ്ങളിൽ സിപിഎമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അല്ലേ? ഗുഡ് മോർണിംഗ് KP, ഗുഡ് മോർണിംഗ് രാഗി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ വിധി മരവിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇട്ടത്. മാത്രമല്ല, പത്മരാജൻ മാസ്റ്റർ ഉയർത്തിയ വാദങ്ങൾ ഒക്കെ തന്നെ അത് കഴമ്പുള്ളതാണ് എന്നൊരു നിരീക്ഷണവും കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതോടുകൂടി CPM-ന് ഒരു കനത്ത രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് ഈ ഹൈക്കോടതി വിധി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അന്ന് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട്, SDP അടക്കമുള്ള സംഘടനകളാണ് ഈ പാലത്തായി പത്മരാജൻ മാസ്റ്ററെ വേട്ടയാടാൻ മുൻപന്തിയിൽ നിന്നത്. അതിന് ശക്തമായി തന്നെ പിന്തുണ നൽകുന്നൊരു നിലപാടായിരുന്നു അന്ന് CPM സ്വീകരിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി വിധി മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ CPM-ൻ്റെ നേതാക്കന്മാർ ഒന്നടങ്കം ഇടുന്ന ഫേസ്ബുക്ക് കുറിപ്പുകൾ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം അന്ന് CPM അനുകൂലിയായ ഒരു DYSP ആണ് ഈ കേസ് അന്വേഷിച്ചതും പത്മരാജൻ മാസ്റ്റർക്കെതിരായ കുറ്റപത്രം തലശ്ശേരി പോക്സോ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ വ്യക്തി തന്നെ അത് വിരമിച്ചേതാണ്ട് ഒരു മാസത്തിനകം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹം ശ്രീകണ്ഠാപുരം നഗരസഭയുടെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. സ്വാഭാവികമായും CPM അനുകൂലിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ പെൺകുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്ന് പത്മരാജൻ മാസ്റ്ററെ തെളിവുകളുടെ അഭാവമുണ്ട് അല്ലെങ്കിൽ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘം അത്തരമൊരു റിപ്പോർട്ടടക്കം സമർപ്പിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തിന് നേരെ അടക്കം ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതും CPM-ഉം ഇതുപോലത്തുള്ള മൗലികവാദ ശക്തികളുമായിരുന്നു. പക്ഷേ ഹൈക്കോടതി ഈ സത്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു. അതായത് ഈ മൊഴിയിലെ വൈരുദ്ധ്യം തെളിവുകൾ മാത്രമാണ് ഹൈക്കോടതിയെ സംബന്ധിച്ചൊരു പരിഗണന ആയതെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ പരിഗണന, അതായത് തെളിവുകൾ മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ തെളിവുകൾ ഭൂരിഭാഗവും പത്മരാജൻ മാസ്റ്റർക്ക് അനുകൂലമാണ്, മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ പത്മരാജൻ മാസ്റ്റർക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകാവുന്നൊരു നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരം മതമൗലികവാദ ശക്തികളെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് അവർക്കുണ്ടായത്. CAA അനുകൂല പ്രചാരണം നടത്തിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു വേട്ടയാടൽ പത്മരാജൻ മാസ്റ്റർ നേരിട്ട് എന്ന് തുടക്കം തൊട്ട് തന്നെ ആരോപണമുണ്ടായിരുന്നു. അന്ന് അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. അന്നത്തെ ആ സ്കൂളിലെ അധ്യാപിക തന്നെ, അതായത് മാഷ് ഇത്തരത്തിൽ CAA അനുകൂല പ്രചാരണം നടത്തിയ സമയത്ത് ചില രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്ത് വരികയും അന്ന് ഈ രക്ഷിതാക്കൾ പരാതിയുമായി വന്ന ഘട്ടത്തിൽ ആ കൂട്ടത്തിലൊരു ആൾ പറഞ്ഞത് ഇയാളെ വല്ല കേസിലും കുടുക്കി പുറത്താക്കിക്കൂടെ എന്നൊരു ചോദ്യം അവിടുത്തെ ഒരു അധ്യാപികയോട് ചോദിക്കുകയുണ്ടായി. ആ അധ്യാപികയടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ തന്നെ ഇവരുടെ ഈ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്നുള്ളത് തെളിയിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ ഹൈക്കോടതി വിധി ഉണ്ടായത് തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. കഴിഞ്ഞ 6 വർഷമായി 2020 ഈ ഒരു സംഭവം കുറ്റം ആരോപിച്ച് പത്മരാജൻ മാസ്റ്റർക്കെതിരെ വേട്ടയാടൽ ആരംഭിക്കുന്നത്. ഇപ്പോൾ 6 വർഷങ്ങൾക്കിപ്പുറം നീതി ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല.